ചെയ്തു തീർക്കാനായി ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റു പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പ്രവണത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, ഒരു വലിയ റിപ്പോർട്ട് എഴുതി തീർക്കേണ്ട സമയത്ത് അത് എഴുതുന്നതിന് പകരം ഫോണിൽ റീൽസ് കണ്ട് സമയം കളയുകയോ വേറെ അത്യാവശ്യമില്ലാത്ത പല പ്രവർത്തികളിലേക്കും കടന്നു പോവുകയോ എഴുതേണ്ട റിപ്പോർട്ട് സമയത്ത് എഴുതി തീർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിത്തീരുകയും ചെയ്യും. ഇത് സാധാരണയായി നമ്മളിൽ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന ഇംഗ്ലീഷ് പദമാണ് ഈ പ്രവണതയ്ക്ക് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം മടിയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത് മടി മൂലമല്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇന്ന് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്തു തീർക്കാനുള്ളത് വൈകിപ്പിക്കുന്നത്? ഈ പ്രവണതയെ നമുക്ക് എങ്ങനെ നേരിടാം? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മടിക്കരുത്. പ്രതിപാദിക്കുന്ന വിഷയം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇത് മറ്റൊരാൾക്ക് പ്രചോദനമാകുവാൻ സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ തലച്ചോറിന് കംഫർട്ട് വളരെ ഇഷ്ടമാണ്. ഒരു ജോലി വലുതാണെന്ന് തോന്നുമ്പോഴും ബോറിംഗ് ആണെന്ന് തോന്നുമ്പോഴും അല്ലെങ്കിൽ പൂർണ്ണതയോടുകൂടി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോഴും നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയുന്നു, ഇത് വേണ്ട, മറ്റൊന്ന് ചെയ്യാം. അതുകൊണ്ടാണ് റിപ്പോർട്ട് എഴുതേണ്ട സമയത്ത് റീൽസ് കാണാനോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കുറഞ്ഞ പ്രവൃത്തി ചെയ്യാനോ നമുക്ക് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പെർഫെക്ഷനിസമാണ്. എല്ലാ കാര്യങ്ങളും പൂർണ്ണതയോടുകൂടി ചെയ്യണമെന്ന ആഗ്രഹം ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ അതിന് ഒത്തിരി സമയം ചെലവഴിക്കും. പലപ്പോഴും ആ സമയം ഒരിക്കലും എത്തിച്ചേരാതെ ആ പ്രവൃത്തിയെ പൂർണ്ണമായി നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇനി പ്രോക്രാസ്റ്റിനേഷൻ മൂലം നമുക്ക് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയോ എന്താണെന്ന് മനസ്സിലാക്കാം. സത്യത്തിൽ പ്രോക്രാസ്റ്റിനേഷൻ നമ്മുടെ ഒത്തിരി സമയം നഷ്ടപ്പെടുത്തുന്നു. അത് നമ്മുടെ സമ്മർദ്ദം കൂട്ടുന്നു, നമ്മളുടെ പ്രകടനം കുറയ്ക്കുന്നു, നമ്മളിൽ കുറ്റബോധം ഉണ്ടാക്കുന്നു. പലപ്പോഴും ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നതിലും കൂടുതൽ സമയം എപ്പോൾ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം നഷ്ടപ്പെടുത്തുന്നു. അതാണ് പ്രോക്രാസ്റ്റിനേഷൻ്റെ മറഞ്ഞിരിക്കുന്ന വില. ഇനി നമുക്ക് ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ പ്രവണതയെ എങ്ങനെ പ്രാക്ടിക്കലായി നേരിടാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഈ പ്രവണതയെ നേരിടുന്നതിനായി 7 സ്ട്രാറ്റജികളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതായി 2 മിനിറ്റ് നിയമം. വേഗത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതായത് 2 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യുക. ഇത് ചിലപ്പോൾ ഒരു ഇമെയിൽ അയക്കാനായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ഫോൺ വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതായിരിക്കാം. ഇതൊക്കെ ഉടനെ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാത്രമോ ഒരു ഗ്ലാസ്സോ വല്ലതും കഴുകാനുള്ളതായിരിക്കാം, അത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മളിൽ വലിയ ഉത്സാഹം ഉണ്ടാക്കും. 2, വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക. ഇപ്പോൾ നമുക്കൊരു വലിയ റിപ്പോർട്ട് എഴുതാനുണ്ടെങ്കിൽ ആ ഒരു വലിയ റിപ്പോർട്ട് എഴുതുക എന്ന് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതിന് പകരം ആ റിപ്പോർട്ടിനെ പല ഭാഗമായിട്ട് തിരിക്കാം. 1, റിപ്പോർട്ട് എഴുതുന്നതിന് ആവശ്യമായ വസ്തുതകൾ ശേഖരിക്കുക, റിപ്പോർട്ടിൻ്റെ ആമുഖം എഴുതുക, കൺക്ലൂഷൻ എഴുതുക. ഇങ്ങനെ ഒരു റിപ്പോർട്ടിനെ പല ഭാഗങ്ങളായി നമുക്ക് ചെറുതായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഓരോരോ ഭാഗങ്ങളും ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. അത് സ്റ്റാർട്ടിങ്ങിന് നമ്മളെ ഒത്തിരി സഹായിക്കുന്നതാണ്. 3ാമതായി ടൈം ബ്ലോക്കിംഗ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് 25 മിനിറ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒരു ചെറിയ സമയത്തേക്ക് മാത്രം ഒരു പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ ആ പ്രവൃത്തി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി സഹായം കിട്ടുന്നതാണ്. ഒരു നല്ല തുടക്കം കിട്ടിയാൽ ആ പ്രവൃത്തി പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതിനുള്ള പ്രചോദനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 4ാമതായി നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന വസ്തുക്കളെ നമ്മളിൽ നിന്ന് മാറ്റിവെക്കുക. ആദ്യമായി ഇതിന് നമ്മളുടെ ശ്രദ്ധ തിരിക്കുന്ന ഉപകരണങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. ഇത് ചിലപ്പോൾ നമ്മുടെ ഫോണാകാം, TV ആകാം, പുറത്തുനിന്നുള്ള ആൾക്കാരുടെ സംസാരമാകാം. അത് എന്തു തന്നെയായാലും അവ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ടെങ്കിൽ അവയെ തിരിച്ചറിയുക. അവയെ നമ്മുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ആ ശ്രദ്ധ തിരുത്തുന്ന വസ്തുക്കളുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് മാറി നിൽക്കുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കും.
അഞ്ചാമതായിട്ട് സ്വയം റിവാർഡ് നൽകുക. ഓരോ ജോലിയും പൂർത്തിയാക്കുമ്പോൾ സ്വന്തമായി തന്നെ സമ്മാനങ്ങൾ നൽകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാപ്പി കുടിക്കുന്നതാകാം, ചിലപ്പോൾ പാട്ട് കേൾക്കുന്നതാകാം, ചെറിയൊരു നടത്തമോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രെച്ചോ ആകാം. സമ്മാനങ്ങൾ നൽകുമ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ സാധ്യതയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് ആകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ആ ഡിസ്ട്രാക്റ്റീവ് മെറ്റീരിയൽസ് നിന്ന് തിരിച്ച് നമ്മുടെ പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരുന്നതിന് നമുക്ക് സാധ്യമായെന്ന് വരികയില്ല. ആറാമതായി പരിതസ്ഥിതി മാറ്റുക. നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനർജി കൂടുതലായി ആവശ്യമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പരിസ്ഥിതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ തന്നെ ചെറിയ സെറ്റിങ്സ് മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ആ പ്രവൃത്തി ചെയ്യാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ ലൈബ്രറിയിലോ കഫേകളിലോ പുറത്തൊരു പൂന്തോട്ടത്തിലോ ഒരു പാർക്കിലോ പോയിരുന്ന് ചെയ്യുന്നതും സഹായകരമായേക്കാം. ഏഴാമതായി സ്വയം കരുണ കാണിക്കുക. നമ്മളെല്ലാവരും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരാണ്. അപ്പം അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്താതെ നമുക്ക് ഈ പ്രവണതയുണ്ടെന്ന് തിരിച്ചറിയുക. നമ്മളോട് തന്നെ ക്ഷമിക്കുക. വീണ്ടും തുടങ്ങുക. തിരിച്ചറിയുന്നത് തന്നെ മാറ്റങ്ങളുടെ തുടക്കം ആയിരിക്കും. ഓർക്കുക സുഹൃത്തുക്കളെ, പ്രോക്രാസ്റ്റിനേഷൻ ഒരു കുറവോ മടിയോ അല്ല. ഇത് നമ്മളിലുള്ള ഒരു ശീലം മാത്രമാണ്. ശീലങ്ങൾ നമുക്ക് വളരെ എളുപ്പം മാറ്റിയെടുക്കാവുന്നതാണ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിക്കുക. പ്രവർത്തികളാണ് നമുക്ക് പ്രചോദനം നൽകുന്നത്. പ്രചോദനം പ്രവർത്തികളായി മാറണം എന്നത് യാതൊരു നിർബന്ധവുമുള്ള വസ്തുതയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക.